സുരേഷിന്റെ ഇത്രയും കാലത്ത് രാഷ്ട്രീയ റിപ്പോർട്ടിങ്ങിനിടയിൽ ഈ കേരളത്തിൽ ഇത്രത്തോളം നികൃഷ്ടമായ ആരോപണങ്ങൾ വിധേയനായ മറ്റൊരു നേതാവ് ഇങ്ങനെ ഒരു പീഡന കേസുകളുടെ ഒരു പരമ്പരയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു അനുഭവം നേരിൽ കണ്ടിട്ടുണ്ടോ? ഇതുപോലെ സമാനത ഇല്ലാത്ത ഒന്നായിട്ടാണ്. എൻ്റെ പത്രപ്രവർത്തന ജീവിത ചരിത്രത്തിലോ അല്ലെങ്കിൽ അതിനു മുമ്പ് എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ അങ്ങനെ ഒരു സംഭവത്തിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടില്ല. ഇപ്പം പി ടി ചാക്കോയുടെ മുതൽ ഇങ്ങനെ നമ്മൾ ഒരുപാട് ലൈംഗിക ആരോപണങ്ങൾ രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ ഉയർന്നു വന്നിട്ടുണ്ട്. ഇപ്പം ഏറ്റവും കൂടുതൽ വന്നത് വേണമെങ്കിൽ നമുക്ക് സോളാറാണെന്ന് പറയാം. അത് ആ ഉന്നയിച്ച ആളിൻ്റെ തന്നെ ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു. അതെല്ലാം വെറുതെ ആണെന്നുള്ളത് തെളിയിക്കപ്പെട്ട കാര്യങ്ങളുമാണ്. പക്ഷേ ഇത്തരത്തിലുള്ളൊരു സംഭവം ഉയർന്നു വന്നതായിട്ട് ഞാൻ ഒരിക്കലും കേട്ടിട്ടില്ല. അതായത് ഇതിൻ്റെ ഒരു മോഡസ് ഓപ്പറാണ്ടി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഈ മോഡസ് ഓപ്പറാണ്ടി എല്ലാത്തിലും ഇപ്പം വന്ന 3 പരാതികളിലും ഈ മോഡസ് ഓപ്പറാണ്ടി ഒരേ രീതിയിലുള്ള സംഭവമാണ്. അതായത് ഈ ഭർത്താക്കന്മാരോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രതിസന്ധിയിൽ നിൽക്കുന്ന സ്ത്രീകളുമായിട്ട് ബന്ധപ്പെടുന്നു, അവർ പിന്നെ അങ്ങോട്ട് പോയി ബന്ധപ്പെടുന്നു, അവരെ വലയിലാക്കുന്നു, എന്നിട്ട് അവരെ ഗർഭിണികളാക്കുന്നു, പിന്നെ ഗർഭചിത്രം നടത്തുന്നു. അപ്പോൾ ഇത് ഒരേ തരത്തിലുള്ളൊരു മോഡസ് ഓപ്പറാണ്ടിയിൽ കൂടി പോകുന്നൊരു സംഭവമാണ്. ഒരാളാണ് ഒരു പരാതി പറഞ്ഞത് എന്നുണ്ടെങ്കിൽ നമുക്കതൊരു കള്ളമാണെന്ന് പറയാം. ഇതിപ്പോൾ 3 പരാതി ഇത്തരത്തിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു കള്ളപ്പരാതിയാണെന്ന് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇതിൽ രണ്ടുപേരും വെളിച്ചത്ത് വന്നിട്ടില്ല എന്നൊരു ന്യൂനത ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. പക്ഷെ അതിന് ഇന്നത്തെ കോടതിയുടെ ജാമ്യവിധിയിലെ ഉത്തരവോടെ അതിനെ ഏറെക്കുറെ തീർപ്പാകുമെന്ന് തോന്നുന്നു. കാരണം വിദേശത്താണെങ്കിൽ അവരുടെ പരാതി സ്വീകരിക്കത്തക്കതാണ് എന്ന് കോടതി എന്ന് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അല്ല, അത് ഈ ഇന്നത്തെ ഈ ജാമ്യ ഹർജിയിൽ ഉണ്ടായ ഒരു ഉത്തരവെന്ന് പറയുന്നത് ഇനി ഇയാൾക്കെതിരെ ആരെങ്കിലും പരാതി കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവർക്കൊരു ധൈര്യം പകരുന്ന ഒരു സംഭവമാണ്. ഇപ്പം പലരും പേടിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇത് കൊടുത്താൽ എന്താവും എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഇപ്പം ഈ സമൂഹത്തിൽ ഇത്രയും ഭയങ്കരമായ ഒരു ചർച്ചയായി മാറിയതുകൊണ്ട് തന്നെ ഇയാൾക്കെതിരായിട്ടുള്ള ഒരു വലിയ വികാരമുണ്ട്. അത് കോടതിയും ഏകദേശം ആ ലൈനിൽ തന്നെയാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി പരാതി കൊടുക്കാൻ നിൽക്കുന്ന ആൾക്കാർക്ക് ഇതൊരു ധൈര്യം കിട്ടും. ഇനിയും പരാതികൾ വരാനുള്ള സാധ്യതയുണ്ടെന്ന് ഈ ജാമ്യത്തിൻ്റെ ഉത്തരവിൽ സൂചനയുമുണ്ട്. പ്രോസിക്യൂഷൻ അങ്ങനെ അറിയിച്ചിട്ടുണ്ടെന്നുള്ള ഒരു സൂചന ആ ഉത്തരവിൻ്റെ അകത്തും പറയുന്നുണ്ട്. അതുകൊണ്ട് ഇതൊരു പോസിറ്റീവായിട്ടുള്ള ഒരു സൈനായിട്ട് വേണമെങ്കിൽ കാണാം. ഈ പലതരത്തിലുള്ള സീരിയൽ കില്ലേഴ്സ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാരെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ അവസാനം തന്നെ ഈ സൈനൈഡ് മോഹനൊക്കെ ഇപ്പോൾ ഭയങ്കരമായിട്ട് ഇതായിരിക്കുകയാണ്. ഇയാളെ ഇപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വിഭാഗം ഇയാളെ ഈ സൈനൈഡ് മോഹനുമായിട്ട് താരതമ്യപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിൽ ഇങ്ങനെ ഒരു സീരിയൽ പ്രെഡേറ്ററിനെ കുറിച്ച് കേൾക്കുന്നത് ഇതാദ്യമാണ്. അതായത് ഒരേ തരത്തിലുള്ള ഒരു മാർഗം സ്വീകരിച്ചുകൊണ്ട് ഒരേ തരത്തിലുള്ള ക്രൈം ചെയ്യുന്ന ആൾക്കാരാണല്ലോ നമ്മളൊരു സീരിയൽ ക്രിമിനൽ എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ഒരു വ്യക്തിയായിട്ടാണ് ഇപ്പോഴും വന്നിട്ടുള്ള ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് കാണാൻ കഴിയുക.